ഞാൻ ഒരു റീ റിപ്പീറ്ററാണ്. ആദ്യം കേരളത്തിലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ശരിക്കാണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്ത വർഷം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയപ്പം റിസൾട്ട് വൈസ് ആണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. ഫസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറേ അധികം പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യുമായിരുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം. അപ്പോൾ അങ്ങനെ ആദ്യം തൊട്ട് ഞാൻ ഷോർട്ട് നോട്ടുകൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിന് ഇന്ന് കെയർ ഉണ്ട്. നമ്മൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അവരത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നോക്കും, അത് ശരിയാക്കി നമുക്ക് തരും. ആ സ്റ്റുഡൻസിന് കൊടുക്കുന്ന കെയർ എനിക്ക് മുന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയില്ല, പക്ഷേ ഇവിടുന്ന് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. നമുക്ക് ഒരിക്കലും ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും അവർ ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കിയാൽ തന്നെ അവർ നമുക്ക് തന്നെ ഇമോഷണൽ സപ്പോർട്ടാണേലും എല്ലാം നമ്മളെ തരും. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന റെഫറൻസ് ലൈബ്രറി ആയിരുന്നു. ക്ലാസ്സിലുപരി ഞാൻ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അത് ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അത് കിട്ടിയത്. ഞങ്ങൾക്ക് ആയുർവേദം കഴിഞ്ഞവർക്ക് ഒരു കോട്ടയുണ്ട്, ആയുഷ് ഒരു കോട്ടയുണ്ട്. അപ്പൊ ആ ആയുഷിൽ കോട്ടയിൽ ഫസ്റ്റ് റാങ്കാണ് വന്നത്. 2025 നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നിർണായകമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു 2025 നീറ്റ് എൻട്രൻസ് എക്സാം. എന്നാൽ അതിന് മുന്നത്തെ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും, എന്നാൽ 2025 വന്നപ്പോൾ വളരെ കഠിനമേറിയ ഒരു എക്സാം തന്നെയായിരുന്നു. അതായത് പല സിറ്റുവേഷൻസും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുകയും അതുപോലെ തന്നെ ഇത്രയും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം നേരിട്ടിട്ടില്ല ഇതുവരെയും, ഇക്കാലം വരെയും. അപ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, ബുർലിനിലെ വിദ്യാർത്ഥികൾ എന്നിരുന്നാലും ആ ഒരു എക്സാമിലാണെങ്കിൽ പോലും നിരവധി വിദ്യാർത്ഥികൾ അടിപൊളിയായിട്ടുള്ള വിജയം കൈവരിച്ച് അവരാഗ്രഹിച്ച മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ വിജയകരമായി അവരാഗ്രഹിച്ച സ്ഥലങ്ങളിൽ എത്തിയ 3 വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ചേർന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും ഹായ്. യെസ്, അപ്പോൾ നമുക്ക് ഇവർ ഏത് ബാച്ചായിരുന്നു, ഇപ്പോൾ ഇവരുടെ അഡ്മിഷൻ എവിടേക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഹായ് മോനെ, എന്താ പേര്? അർജുൻ. അർജുൻ, എവിടെയാ വീട്? കോട്ടയം. കോട്ടയം. ഓക്കെ, മോൻ ഇവിടെ P21 ആയിരുന്നു ബാച്ച്. ഓക്കെ, നിങ്ങൾ 3 പേരും ഒരേ ബാച്ച് ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ ഒരേ ബാച്ചിലെ 3 പേര് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ എവിടെയാണ് നമ്മുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ? അലോട്ട്മെന്റ് എനിക്ക് തിരുപ്പൂര് കിട്ടും, ഫ്രീ എക്സിറ്റ് എടുത്തു. ഇപ്പം സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? മോന്റെ പേര്? മിഥുൻ. എവിടെയാ വീട്? കോഴിക്കോട് അല്ലേ? ഓക്കെ, P21 തന്നെ അല്ലേ? ഒരേ ബാച്ച്. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഏതായിരുന്നു? ദീപാമോൾ ജി. ഓക്കെ, അപ്പം ഇപ്പൊ എവിടെയാ അഡ്മിഷൻ ആയിട്ടിരിക്കുന്നത്? കോന്നി മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിലാണ് കിട്ടിയിരിക്കുന്നത്. മാറാൻ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി നോക്കാം, വെയിറ്റ് ചെയ്യാം അല്ലേ? മോന്റെ പേര്? എന്റെ പേര് നിഖിൽ ഗുപ്ത. ഓക്കെ, എവിടെയാ വീട്? എന്റെ വീട് പാലക്കാട്. യെസ്. മോൻ എവിടെയാ അഡ്മിഷൻ ഒക്കെ ആയിട്ടിരിക്കുന്നത്? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. യെസ്. അപ്പം 3 പേരും നിങ്ങൾ ഒരേ ബാച്ചിൽ പഠിച്ച് ഇപ്പോൾ ദീപ മിസ്സിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പോയ വർഷങ്ങളിലെ മോൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ? ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ ദാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോൻ ആ ഒരു അഡ്മിഷൻ? കാരണം നമുക്കറിയാം 2025 എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു നേരിട്ട് അനുഭവിച്ച ആൾക്കാരാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഒരു എക്സാമിനെ നേരിട്ടതും, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലേക്ക് എത്തിയതും, അല്ലെങ്കിൽ മോൻ ഈ ഒരു MBBS എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ ആൾറെഡി ഒരു ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദം. ഓക്കെ. BMS കഴിഞ്ഞു. അപ്പോൾ ഹൗസ് ഏജൻസി സമയത്ത് സർജറി പോസ്റ്റിംഗ് ഉണ്ടാവും, നമുക്ക് സർജറി ഗൈനക്കോളജി പോസ്റ്റിംഗ് മോഡേൺ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് സർജറിയോട് കുറച്ച് താല്പര്യം കൂടി. അതുകൊണ്ട് അതിനുശേഷം ഞാൻ MBBS എടുത്താലോ എന്നുള്ളൊരു, അങ്ങനെയാണ് 2025 എക്സാമിന് ട്രൈ ചെയ്തല്ലേ? ഓക്കെ. അപ്പം ആയുർവേദ ഡോക്ടർ ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ആ ഒരു സർജറിയോടൊരു താല്പര്യം തോന്നിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത്, അപ്പോൾ ആയുർവേദ ഡോക്ടറുമാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ദാ MBBSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, 2 കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അല്ലേ? അപ്പം ഏതിലാണ് കൂടുതൽ താല്പര്യം എന്ന് വല്ലതും ചോദിച്ചാൽ അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? അല്ല, എനിക്ക് ആയുർവേദം എന്താണെന്ന് അറിയാതെ വന്ന് പഠിച്ച ആളാണ് ഞാൻ. പക്ഷെ ആയുർവേദം അങ്ങനെ അറിയാതെ വന്ന് പഠിച്ച് എനിക്ക് ആയുർവേദം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതൊരു വേ ഓഫ് ലൈഫും കൂടിയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്കത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അച്ഛനും അമ്മയും എങ്ങനെ ചോദിക്കുന്ന പോലെ എനിക്ക് മോഡേൺ സയൻസും ആയുർവേദ മെഡിസിനും. ഇപ്പം ഈ അമ്മമാരൊക്കെ, നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ടിപ്പിക്കലായിട്ടൊരു ഡയലോഗ് പറയുന്നത് ഈ കണ്ണും പോലെ ആയിട്ട് മാറിയല്ലേ? യെസ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സർജറിയോടൊരു താല്പര്യം തോന്നി ഇങ്ങോട്ട് വന്നതും ഒക്കെ അല്ലെ? ഇങ്ങോട്ട് വന്നു, അതിനുശേഷം MBBSന് പഠിച്ചു. മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നീറ്റ് ഭയങ്കര ടഫായിരുന്നല്ലോ എക്സാം. ഞങ്ങൾക്ക് ആയുർവേദം കഴിഞ്ഞവർക്ക് ഒരു കോട്ടയുണ്ട്, ആയുഷ് ഒരു കോട്ടയുണ്ട്. കഴിഞ്ഞ വർഷം വരെ ആയുർവേദക്കാർക്ക് 7 സീറ്റും ഹോമിയോക്കാർക്ക് 4 സീറ്റുമാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത് കേരളത്തില്. അപ്പോൾ ഈ വർഷം തൊട്ടിട്ട് അത് മാറി ഒരു 11 സീറ്റാക്കി.
മൊത്തം ആയുഷിന് മൊത്തമാക്കി, അതായത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എല്ലാവർക്കും കൂടി ചേർന്ന് 11 സീറ്റ് കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതില് എനിക്ക് നീറ്റിന് സ്കോർ 480 ആയിരുന്നു, 480. അപ്പൊ ആ ആയുഷിൽ കോട്ടയിൽ ഫസ്റ്റ് റാങ്ക് വന്നത്. ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫസ്റ്റ് റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നോ? അല്ല, ഞാൻ ഒരിക്കലും ഇവിടെ ശിവൻ സാറിന് റാങ്ക് ഒക്കെ വന്ന് മാർക്ക് അറിഞ്ഞ ശേഷം മിസ്സിനെ ഇടയ്ക്കൊന്ന് കാണാൻ വന്നായിരുന്നു. മിസ് വന്ന് ശിവൻ സാറിനും കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ ശിവൻ സാറിനെ കണ്ടായിരുന്നു. അപ്പൊ ശിവൻ സാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, മാർക്ക് എത്രയെന്ന് ചോദിച്ചപ്പോൾ ഇത്ര 480 ആണ് സാർ എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു, നിങ്ങൾ ആയുഷ് കോട്ടയല്ലേ, അപ്പൊ ചിലപ്പോൾ അതിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, വേറെ ആരെങ്കിലും എഴുതിയതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ വേറെ ആരും എഴുതിയതൊന്നും എന്റെ അറിവിലില്ലായിരുന്നു. അപ്പോ ഞാൻ എഴുതുന്നത് ആരോടും പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പൊ ഒരു പ്രതീക്ഷ വന്നായിരുന്നു. പിന്നെ കേരള റാങ്ക് വന്നപ്പോ പ്രതീക്ഷ കുറച്ച് കുറഞ്ഞു. പക്ഷെ കാറ്റഗറി റാങ്ക് വന്നപ്പോ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അത് ഉറപ്പിച്ചു. ഫസ്റ്റ് റാങ്ക് തന്നെ എന്നുള്ളത് ഉറപ്പിച്ചു. യെസ്. അപ്പൊ വീട്ടുകാരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു സന്തോഷ പ്രകടനമൊക്കെ എങ്ങനെയായിരുന്നു? അവര് പ്രതീക്ഷ? വീട്ടുകാര് എവിടെയെങ്കിലും ഒന്ന് കിട്ടി കയറിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. കാരണം ഞാൻ ഇതും കഴിഞ്ഞ ഓൾറെഡി ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കുകയല്ലേ, അപ്പൊ അവൻ എവിടെയെങ്കിലും കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്രില്യന്റിൽ വന്ന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് ആ ബ്രില്യന്റ് വന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മോന്റെ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് റെഫറൻസ് ലൈബ്രറി ആയിരുന്നു. ക്ലാസ്സിലുപരി ഞാൻ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത്. അത് ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അത് കിട്ടിയതിൽ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ലാസ്റ്റ് ഡേ, അതായത് നീറ്റിന്റെ May 4th എക്സാം ഉള്ള അന്നും 11 മണി വരെ ഇവിടെ റെഫറൻസ് ഇരുന്നിട്ട് അന്ന് എനിക്ക് ഇവിടെ അടുത്ത കിട്ടി അൽഫോൺസ കോളേജ് സെന്റർ കിട്ടി. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അന്നുകൂടി ഇവിടെ വന്നിട്ട് അങ്ങനെ ബ്രില്യന്റ് എക്സാമിന് പോയത്. യെസ്. അപ്പം വീട്ടിൽ നിന്ന് ഇപ്പൊ മോനെ ഒരു ഈ നീറ്റിന് വേണ്ടി ഇനി അടുത്തായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന അവരൊരു ചോദ്യം ചോദിച്ചോ, ആയുർവേദ ഇത് എങ്ങനെ ഒരു ചോദ്യം എല്ലാം വന്നോ? അല്ല, ഞാൻ ഇങ്ങനെ പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഞാൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി, ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലാണ് സർജറി പോസ്റ്റിംഗ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു സാറുണ്ടായിരുന്നു, അസിസ്റ്റന്റ് സർജൻ ആയിട്ട്, ഡോക്ടർ സജീഷ് എന്ന് പറയും. അപ്പൊ സാറ് ആൾറെഡി BMS ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ നിന്ന് BMS പാസ്സായി. അതും ഡിഗ്രി റാങ്ക് ഹോൾഡർ ആയിരുന്നു, യൂണിവേഴ്സിറ്റി 2nd റാങ്ക് ഹോൾഡർ ആയിരുന്നു സാറ്. അത് കഴിഞ്ഞ് സാറ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS എടുത്ത് MS എടുത്ത സാറായിരുന്നു അവിടെ നിന്ന്. അപ്പൊ ഞാൻ സാറിങ്ങനെ കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യും. അപ്പൊ സാറ് എന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സാർ അവിടുന്ന് കഴിഞ്ഞു പോരുമ്പോ ലാസ്റ്റ് 2 ഉപദേശങ്ങൾ തന്നു. അപ്പൊ ഞാനത് വന്ന് വീട്ടിലിങ്ങനെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തും പറഞ്ഞു, ഏട്ടന്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പൊ അവര് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ എന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ വീട്ടുകാരും ഉറപ്പായിട്ടും മോന്റെ കൂടെ വളരെ ധൈര്യപൂർവ്വം നിന്നു അല്ലേ? അതുകൊണ്ടും കൂടെയാണ് ഇപ്പൊ ഈ ഒരു വിജയം നേടാൻ സപ്പോർട്ടാണ്. എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ ബ്രദറാ. അവനെനിക്ക് സ്ഥാനം കൊണ്ട് ഏട്ടനും കർമ്മം കൊണ്ട് അച്ഛനും സ്വഭാവം കൊണ്ട് ബെസ്റ്റ് ഫ്രണ്ടുമാണ്. യെസ്. അപ്പൊ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ബ്രില്യന്റിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചേട്ടന്റെ പേരൊന്ന് പറയോ? എന്റെ ചേട്ടന്റെ പേര് രാഹുൽ ഗുപ്ത എന്നാണ്. രാഹുൽ ഗുപ്ത എന്നാണ്. നമ്മുടെ ബോട്ടണി പ്രൊഫസറാണ്. നമ്മുടെ ബ്രില്യന്റിലെ ഒരു കുടുംബാംഗം തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് അഭിമാനം കൂടുതലുണ്ട്, ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തിന്റെ അനിയൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ സാർ തന്നെയായിരുന്നു മോന്റെ മെയിൻ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതും സാർ തന്നെയായിരുന്നു അല്ലേ? ഏട്ടൻ തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ബ്രില്യന്റിൽ പഠിച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ പ്രൊഫസർ അനിയനാണെന്നൊന്നും ആരെയും അറിയിക്കാതെ പഠിച്ചത്. അപ്പൊ ഏട്ടൻ പറഞ്ഞു, നീ അങ്ങനെ പഠിക്കുമ്പോ എനിക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു പ്രഷറും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വയ്യ, എനിക്ക് കോമൺ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒരു ആളാണ്, ഫ്രീ ആയിട്ട് പഠിക്കണം. അപ്പൊ ഇത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് എനിക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതിനും ഏട്ടൻ സപ്പോർട്ട് ചെയ്തു. ആയിക്കോട്ടെ, നിനക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത്, ഏത് മൈൻഡ് സെറ്റിലാണോ നിനക്ക് പോകേണ്ട അങ്ങനെ പോയിക്കോട്ടെ, ആരും അറിയേണ്ട, നീ അങ്ങനെ പഠിച്ചോ പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് കിട്ടി റാങ്ക് വന്നതിന് ശേഷമാണ് ഞാൻ ജോസ് സാറിനെയും സരിമോൻ സാറിനെ വിളിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവരെല്ലാരും ഞെട്ടിയോ? അപ്പൊ സാറ് എന്തുകൊണ്ട് ഇത്രയും കാലം പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ജോസ് സാറും ചോദിച്ചു. അപ്പൊ ജോസ് സാർ ഞാൻ അങ്ങനെ പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ ടെൻഷൻ വേണ്ട, എങ്ങനെ മാക്സിമം ഓൾറെഡി ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ വന്ന് പഠിക്കുന്നത്. അപ്പൊ ആൾറെഡി ഇൻബിൽട്ട് ആയിട്ടൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇതും കൂടി അങ്ങനെ ഒരു ടെൻഷൻ എക്സ്റ്റേണൽ ആയിട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്ത് കാരണം. അപ്പൊ സാർ അത് നന്നായി, എന്തായാലും ഇപ്പൊ കിട്ടിയില്ല, ഹാപ്പി ആയി, അതെന്തായാലും നന്നായി അല്ലേ ചോദിച്ചു സാർ. മോന് എടുത്ത ആ ഒരു ചൂസ് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ആ ചൂസ് ചെയ്ത ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു അല്ലെ? മോന് ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് നിഖിലിന് കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളത് അല്ലെ? അതിന്റെ കൂടെ ഫാമിലി, ബ്രദറും ഫാമിലിയും എല്ലാവരും കട്ട സപ്പോർട്ടായിട്ട് നിന്നപ്പോഴത്തേക്കും ആ ഒരു വിജയം കിട്ടി. യെസ്, വെരി ഗുഡ്. അടുത്ത ആള് മിഥുൻ. മിഥുനെ കോഴിക്കോടാണെന്ന് പറഞ്ഞു അല്ലേ? യെസ്. കോഴിക്കോട് എവിടെയാ പ്രോപ്പർ ആയിട്ട്?
ഫറൂഖ് അല്ലേ? എങ്ങനെയാ മോനെ നമ്മുടെ ഒരു ബ്രില്യനിലേക്ക് എത്തിപ്പെട്ടതും ആ ഒരു മോന്റെ ഒരു നീറ്റിന്റെ ഒരു ജേർണി ടോട്ടലായിട്ട് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു? ഞാൻ ഒരു റീ റിപ്പീറ്ററാണ്. ആദ്യം കേരളത്തിലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ശരിക്കാണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്ത വർഷം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയപ്പം റിസൾട്ട് വൈസ് ആണ് ഞാൻ ഇവിടേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ റിസൾട്ട് നോക്കി ഇവിടെ എത്തി. ഇവിടുത്തെ ഹോസ്റ്റലും ക്ലാസ് ടീച്ചർ ആയാലും ക്ലാസ് ആയാലും അവിടുത്തെ ആപ്പ് ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിരുന്നു. ആപ്പ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ മോന് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വരുന്ന ആളായതുകൊണ്ട് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇപ്പം ഏതിൽ വന്നപ്പോഴും എനിക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതൊക്കെ മോന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഏത് രീതിയിലാണ് ഇവിടെ വന്നതിന് ശേഷം മോന്റെ ഒരു സ്റ്റഡീസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ റെഫറൻസ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ഇപ്പം മോൻ പറഞ്ഞ പോലെ ആപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് ഫെസിലിറ്റി ആയിരുന്നു മോനെ ഏറ്റവും കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്? ഞാൻ റീ റിപ്പീറ്റർ ആയതുകൊണ്ട് കോൺസെപ്റ്റുകൾ ഒരുവിധം ഓക്കെ ആയിരുന്നു. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആവശ്യം. ഇനിയിപ്പോൾ അഥവാ കോൺസെപ്റ്റ് കുറവുള്ള ചാപ്റ്റർ ആണെങ്കിൽ ആപ്പിൽ നോക്കിയിട്ടായാലും നമ്മുടെ പ്രൊഫസേഴ്സിന്റെ ക്ലാസ് ആയാലും എല്ലാം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റി. അവർ നന്നായിട്ട് ഡെപ്തിൽ ക്ലാസ് എടുത്തിട്ട് നമുക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി തരും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ആപ്പിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് നോക്കാൻ പറ്റി. സോ മിഥുന് അപ്പം വേണ്ടിയിരുന്നത് പ്രാക്ടീസ് ആയിരുന്നു അല്ലേ? അപ്പൊ അത് കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒരുപാട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ മോഡൽ എക്സാംസ് ഒക്കെ തീർച്ചയായിട്ടും അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഫൈനലായിട്ട് നമ്മുടെ ഈ നീറ്റിനോട് അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മോഡൽ എക്സാമിന്റെ സമയം, അതായത് എനിക്ക് തോന്നുന്നു ജനുവരി തൊട്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് മോഡൽ എക്സാംസിന്റെ ടൈം അല്ലായിരുന്നു. എങ്ങനെയായിരുന്നു ആ മോഡൽ എക്സാംസിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന മോന്റെ ഒരു പെർഫോമൻസും, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഒരു മെയ് നിങ്ങളുടെ നീറ്റിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മോഡൽ എക്സാംസിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ എങ്ങനെയാ മോനെ അത് ഒന്ന് വിലയിരുത്തുന്നത്? സ്റ്റാർട്ടിങ്ങിൽ ഇവിടുത്തെ എക്സാമിന്റെ രീതി എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, പുതിയ ആളായതുകൊണ്ട്. അതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ചൊന്ന് മടിച്ച് നിന്ന് ഒന്ന് മുകളിലേക്ക് ഉയർന്നു നോക്കി. പിന്നീട് ഓരോ എക്സാമും സോൾവ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കി പ്രിപ്പറേറ്ററി എഴുതി. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ എക്സാം എഴുതി. ഓരോ എക്സാമിലും ഇമ്പ്രൂവ് ചെയ്ത് ടെൻഷൻ മാക്സിമം എക്സാമിന് കുറച്ചിട്ട് എക്സാമിന് പോകാൻ നോക്കി. പിന്നെ എക്സാം ഭയങ്കര ടഫായിരുന്നു, പക്ഷേ വന്ന ക്വസ്റ്റ്യൻസ് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കി. ഓക്കെ. ഇവിടെ ഇപ്പോൾ മോൻ എക്സാം ഇവിടുത്തെ മോഡൽ എക്സാം കഴിയുന്നതോറും നിങ്ങൾക്ക് ഓരോ മീറ്റിങ്ങും അല്ലെങ്കിൽ റിസൾട്ട് അനാലിസിസും ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങും പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷനായിട്ട് ഗോൾഡ് മെഡലും ക്യാഷ് എല്ലാം ഒക്കെ തരാറുണ്ടായിരുന്നു, ക്യാഷ് അവാർഡൊക്കെ തരാറുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്? ആയിരുന്നു. ഞങ്ങളെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജ് സാറിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ സാറിന്റെ ആ ഒരു വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മോട്ടിവേറ്റ് ആയിട്ട് അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്ട്രെങ്ത് ആയിട്ട് മാറി. പിന്നെ ഗോൾഡ് മെഡലാണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ക്ലാസ്സിൽ നിന്നൊക്കെ എല്ലാവർക്കും കിട്ടുമ്പോൾ അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ചിലത് കിട്ടിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ 3 പേരും ഒരു ക്ലാസ്സിലാണ്. അപ്പൊ എങ്ങനെയായിരുന്നു? നിങ്ങൾ 3 പേരും ഒരേ ഹോസ്റ്റലാണോ? ഞങ്ങൾ 2 പേരും സെയിം ഹോസ്റ്റലായിരുന്നു. ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. ഡേ സ്കോളർ ആയിരുന്നു, പോയി വരായിരുന്നു. ഓ അങ്ങനെ പോയി വരായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ്സിലെ എത്ര പേർക്കൊക്കെയാണ് നമുക്ക് ഇപ്പൊ നല്ല മാർക്ക് കിട്ടിയതും? ദീപാ മിസ്സിന്റെ പിള്ളേർക്ക് എത്ര പേർക്ക് കിട്ടി? ഞങ്ങളുടെ ക്ലാസ്സിൽ 12 പേർക്കാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് MBBS-ന്. ബാക്കിയുള്ളവർക്ക് വേറെ കോഴ്സുകൾക്കും കിട്ടുന്നുണ്ട്. യെസ്. അപ്പോൾ അത്യാവശ്യം എല്ലാ പിള്ളേർക്കും എന്ന് പറഞ്ഞ പോലെ അല്ലേ നല്ല മാർക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ക്ലാസ് ടീച്ചറിന്റെ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു എന്താ പറയുക റിലേഷൻഷിപ്പും നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു മിസ്? ക്ലാസ് ടീച്ചർ എന്നെ ഇവിടെ പേരന്റ് ഇവിടെ ആക്കിയിട്ട് പോയതായിരുന്നു. എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് ഇവിടെ എൻ്റെ പേരന്റ് ആയിട്ട് നിന്ന ടീച്ചറായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതും അതുപോലെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ മിസ്സായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് പറഞ്ഞു തരും. ഏത് സബ്ജക്റ്റാണ് നോക്കേണ്ടതെന്നും ഏത് ഏരിയ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നെല്ലാം മിസ് പറഞ്ഞെന്ന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ നിരന്തരം കോണ്ടാക്റ്റിലുണ്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ മിസ്? എല്ലാ മാർക്കും വീട്ടിലേക്ക് വിളിച്ച് പറയലും പിന്നെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്ക് കുറയുമ്പോൾ അത് കുഴപ്പമില്ല, അടുത്തത് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഇവിടുന്ന്. അപ്പൊ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വീട്ടില് അങ്ങനെ വിഷയം ഉണ്ടായിരുന്നോ? അതോ മോനും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നോ? എനിക്ക് വന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് ഇവിടെ ഫോണിന്റെ സമയത്ത് വീട്ടിലേക്ക് വിളിച്ച് പിന്നെ കുറെയൊക്കെ ദീപാ മിസ് അങ്ങ് കറക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? യെസ്. അപ്പൊ മോന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മോൻ എന്താ പറയാൻ പറ്റുന്നത്? ഇവിടെ എനിക്ക് സ്റ്റുഡൻസിന് ഇരുന്ന് കെയർ ഉണ്ട്. നമ്മൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അവരത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ നോക്കും, അത് ശരിയാക്കി നമുക്ക് തരും. ആ സ്റ്റുഡൻസിന് കൊടുക്കുന്ന കെയർ എനിക്ക് മുന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടിയില്ല, പക്ഷേ ഇവിടുന്ന് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ ആപ്പ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതിപ്പം ക്ലാസ്സുകളായാലും അതിൻ്റെ മുന്നത്തെ വർഷത്തെയും കുറേ വർഷങ്ങളുടെ ക്ലാസ് അതിലുണ്ട്. പിന്നെ
കുറേ എക്സാമും ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ മോട്ടിവേഷൻ വീഡിയോസ് എക്സ്ട്രാ അവർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ സൗണ്ട് ഉള്ള സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ മെഡിറ്റേഷൻ മ്യൂസിക് വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും കെയർ നമുക്ക് തരുന്നുണ്ട് ഇവിടെ. അപ്പൊ എല്ലാവിധ അതായത് സ്റ്റുഡൻസിന് വേണ്ട A to Z കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് ആപ്പിലാണെങ്കിലും അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കറക്റ്റ് വേയിലൂടെ നിങ്ങൾ പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്കോർ കിട്ടി ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നത് അല്ലെ. അർജുൻ കോട്ടയത്താ അല്ലെ? കോട്ടയത്ത് എവിടെയായിട്ട് വീട്? ചിങ്ങവനം. ഇപ്പൊ പോയി വരുമായിരുന്നു ഹോസ്റ്റലിൽ? ഹോസ്റ്റലിൽ നിൽക്കായിരുന്നു. എങ്ങനെയായിരുന്നു മോന്റെ ഒരു നീറ്റിന്റെ ജേർണി? ഇപ്പൊ ഇവരെ പോലെ തന്നെ റീ റിപ്പീറ്റർ ആയിരുന്നു. ഫസ്റ്റ് ഡി ബ്ലോക്ക് ആയിരുന്നു, ഇവിടെ നടക്കൽ ഹോസ്റ്റലായിരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് ടെൻഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന ആ പരീക്ഷ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. കോൺസെപ്റ്റും അത്ര റെഡി ആയിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കൊല്ലം റിപ്പീറ്റ് ചെയ്തപ്പോൾ ജനുവരി തൊട്ട് തന്നെ ഞാൻ എൻ്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതി എൻ്റെതായ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അറിയാത്ത തെറ്റിക്കുന്നതിനേക്കാളും അറിയാവുന്ന തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് എക്സാം വരുമ്പോഴത്തേക്ക് ഓരോ എന്താ പറയാ സില്ലി മിസ്റ്റേക്സ് വരുന്നുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ നെഗറ്റീവ് മാർക്കിലേക്ക് കുറെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. റെക്ടിഫൈ ചെയ്യാൻ പറ്റിയോ? പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് അപ്പൊ മോൻ ജനുവരി തൊട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മോഡൽ എക്സാം കാലഘട്ടമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു മോന്റെ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി? ഞാൻ മാക്സിമം എനിക്ക് ടെൻഷൻ മാറാൻ വേണ്ടി ഞാൻ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. ഒരു 8 മണിക്കൂർ പ്രോപ്പർ സ്ലീപ്പ്. കാര്യം നമ്മൾ റീ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യത്തെ എൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് അറിയായിരുന്നു. പിന്നെ അതൊന്ന് പോളിഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻ വളരെ സഹായിച്ചു. എബിൻ സാറ്, പ്രദീപ് സാറ്, ഉദിത് സാറ്. ഏത് ഹോസ്റ്റലായിരുന്നു? പ്രൈഡ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? നിങ്ങളുടെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ സാർമാർ എങ്ങനെയാ മോനെയൊക്കെ ഓരോ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒക്കെ വരുമ്പോൾ അവരെയൊക്കെ അപ്രോച്ചബിൾ ആണ്. അതുപോലെ തന്നെ ഡയറക്ടർ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ ജോർജ് സാറിന്റെ എടുത്തോട്ട്. അപ്പൊ സാർ പറഞ്ഞു എനിക്ക് ഉറപ്പായിട്ടും കിട്ടും, നീ പേടിക്കായിരുന്നാൽ മതി. അങ്ങനെ പിന്നെ 4 ഡയറക്ടർമാരുമായിട്ട് എനിക്ക് അത്യാവശ്യം കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് സ്റ്റീഫൻ സാറുമായിട്ട് അതുപോലെ സ്റ്റീഫൻ സാറിനോട് അപ്രോച്ച് ചെയ്യാൻ നമുക്കൊരു മടി ആയതുകൊണ്ട് നമ്മൾ എന്തിനും സന്തോഷ് സാറിന്റെ എടുത്തോട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ പി ബാച്ച് ആയതുകൊണ്ട് സെബാസ്റ്റ്യൻ സാറുമായിട്ട് അതേപോലെ തന്നെ പിന്നെ ജോർജ് സാറ് എല്ലാത്തിലും അപ്പൊ എല്ലാ ഡയറക്ടേഴ്സിനെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഡയറക്ടേഴ്സിന്റെ അടുത്തും കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് ഓടിച്ചെന്ന് കാര്യങ്ങൾ പറയാം. അവരതിന് വേണ്ട നിങ്ങൾക്ക് തരേണ്ട ഗൈഡൻസും മോട്ടിവേഷൻസും ഒക്കെ അപ്പപ്പോ തരുമായിരുന്നു അല്ലെ? യെസ്. മോൻ എങ്ങനെ ഈ ഒരു MBBS എന്ന് പറയുന്നത് താല്പര്യം വന്നു? എനിക്ക് ശരിക്കും വെറ്റിനറി ആയിരുന്നു താല്പര്യം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വെറ്റിനറിക്ക് വേണ്ടിയിട്ടായിരുന്നു റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ വെറ്റിനറിക്ക് സാധാരണ മാർക്ക് കുറച്ച് കുറവ് മതി. അതുകൊണ്ട് ആ ഒരു പ്രിപ്പറേഷൻ അത്ര ഒരു സില്ലി മൂഡ്. അവസാനം റിസൾട്ട് വന്നപ്പോൾ വെറ്റിനറി കിട്ടാനുള്ള മാർക്ക് പോലും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ കാണുന്നവരും സംസാരിക്കുന്നവരും പെരുമാറുന്നവരും അല്ലെ MBBS അതിന്റെ ഹയർ സ്റ്റഡീസ്. അപ്പൊ നമ്മൾ ഇതിനകത്തൂടെ മോൾഡായി. പിന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് അങ്ങനെ അധികം ടെൻഷൻ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഇതാണ് വെറ്റിനറി. അപ്പൊ പിന്നെ വിചാരിച്ചു ഇപ്പം ദൈവം സഹായിച്ച് ഈ പ്രാവശ്യം വെറ്റിനറി കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതിൽ കൂടുതൽ കിട്ടിയപ്പോൾ ദൈവം അതായിരിക്കും എനിക്ക് ആഗ്രഹിച്ചതിലും കൂടുതൽ കിട്ടി. അപ്പൊ അതായിരിക്കാം എനിക്ക് തന്നെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ആദ്യത്തെ ശ്രമത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ശ്രമത്തിന്റെ ഒരു കുറവ് വന്നപ്പോൾ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യനോടെ കിട്ടുമായിരുന്നെങ്കിൽ കയറിപ്പോയായിരുന്നു. പക്ഷെ അതല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ദൈവം ഒന്നുകൂടെ ഒരു ചാൻസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? യെസ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസ് തന്നു. എത്രയായിരുന്നു മാർക്ക്? 558. ഓ ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു സ്കോർ തന്നെയാണ്. അപ്പോൾ ഈ നീറ്റ് 2025 എക്സാമിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. മോൻ 2 എക്സാം അപ്പം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്നാൽ 2025 ഭയങ്കര ടഫ് ആയിരുന്നു. ഈ ഒരു 2 എക്സാമും തമ്മിൽ അറ്റൻഡ് ചെയ്തപ്പോൾ മോൻ എന്താദ്യം തോന്നിയത്? ആ ഒരു ആദ്യത്തേത് നമ്മൾ എക്സാം കഴിഞ്ഞ് നമ്മൾ വളരെ സന്തോഷത്തോടെ ഇറങ്ങി വന്നു. പക്ഷേ റിസൾട്ട് നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് നേരെ തിരിച്ചായിരുന്നു. ഹാളിൽ നിന്ന് നമ്മൾ വിഷമിച്ചിറങ്ങി. പക്ഷേ റിസൾട്ട് നോക്കിയപ്പം നമുക്ക് സന്തോഷികളവാക്കി അതിനകത്തുണ്ടായിരുന്നു. പിന്നെ സമയം ലാഭിക്കാൻ വേണ്ടി ഫിസിക്സ് ആദ്യം എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ഫിസിക്സ് 3/4 മണിക്കൂറായിട്ട് 4 ക്വസ്റ്റ്യനിൽ അങ്ങോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ബയോളജിയിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫിസിക്സും വെച്ചോണ്ടിരിക്കുവായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുള്ള ഇതുണ്ടാവില്ലായിരുന്നു എന്നാണ് ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഇത് തോന്നി അല്ലേ? ഈ എക്സാം പാറ്റേണുകളിലൂടെ പലപ്പോഴും പല ലെവലിലുള്ള എക്സാം നമുക്ക് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരുപാട് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണോ പെട്ടെന്ന് അങ്ങനെ ഒരു ഷിഫ്റ്റ് നടത്തിയ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്തേക്കാന്ന ഒരു ഐഡിയ തോന്നിയത്? യെസ്. അപ്പം ഈ സമയത്തെ നമ്മുടെ ഒരു മോന്റെ ഒരു എക്സാം എന്താ പറയാ പഠിക്കുന്ന ഒരു സ്റ്റഡി പാറ്റേൺ ഏത് രീതിയിലായിരുന്നു? ഷോർട്ട് നോട്ട് ഫസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കുറെ അധികം പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് റെക്ടിഫൈ ചെയ്യുമായിരുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം. ഷോർട്ട് നോട്ട് ഇല്ലായിരുന്നു. അവസാന മോഡൽ എക്സാം 8ഉം 10ഉം ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്തൊരു ഇത്. ഇപ്പം ആദ്യം തൊട്ട് തിയറി പഠിക്കണോ, ക്വസ്റ്റ്യൻ ചെയ്യണോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ പോലും തിയറി മറന്നുപോയി. അപ്പോൾ അങ്ങനെ ആദ്യം തൊട്ട് ഞാൻ ഷോർട്ട് നോട്ടുകൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവസാന നിമിഷം ഇത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ നമുക്ക് ടെസ്റ്റ് റെഫർ ചെയ്യാനുള്ള സംവിധാനം ഒന്നും പറ്റത്തില്ല ആ സമയത്ത്. അപ്പോൾ അതിനനുസരിച്ച്
ആ സമയത്ത് എല്ലാം കൂടെ ഒന്നിച്ച് നോക്കാൻ നിൽക്കുന്നതിലും ബെറ്റർ ആയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഷോർട്ട് നോട്ട് ചെയ്താൽ എളുപ്പമുണ്ട്. ആ സമയത്ത് ഒന്ന് മാറ്റി വിട്ടാൽ മതി. ബയോളജിക്ക് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമായിരുന്നു. കാര്യം നമ്മൾ ബയോളജി ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ NCERT ഒരു സെന്റൻസ് വായിക്കും, ഇതിന് ഷോർട്ട് നോട്ടിലോട്ട് എഴുതേണ്ടതാണോ നമ്മളൊന്ന് ചിന്തിക്കും, എഴുതുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വായിക്കും. അത് അപ്പോൾ ഒരേ സമയത്ത് തന്നെ 4 പ്രാവശ്യം വായിച്ചതിന്റെ എഫക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബയോളജി എല്ലാ ചാപ്റ്ററിനും വേണ്ടി 2-3 പ്രാവശ്യം ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കും, ചുറ്റുകുട്ടി കളയും, അങ്ങനെ ആ ഒരു പ്രോസസ്സിലൂടെ എനിക്ക് ഒന്ന് പഠിക്കുകയും ചെയ്യും അല്ലേ. ബയോളജി ഞാൻ ഒട്ടുമിക്ക അറ്റൻഡ് ചെയ്തതെല്ലാം ശരിയായി. ഇതാണ് ബയോളജി എനിക്ക് പോയരുതെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിന് സമയം പോയതുകൊണ്ട് എനിക്ക് കെമിസ്ട്രി കാര്യമായിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്മിഷൻ ഉള്ളൊരു മാർക്ക് കിട്ടി. സന്തോഷം. ഓക്കെ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു വലിയ ഒരു സപ്പോർട്ട് മോനുണ്ടായിരിക്കും, മോന്റെ ഫാമിലിയുടെ സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഉള്ള നമ്മുടെ ഒരു എന്താ പറയാ ഡയറക്ടേഴ്സിന്റെയും കോർഡിനേറ്റേഴ്സിന്റെയും പ്രൊഫസേഴ്സിന്റെയും ക്ലാസ് ടീച്ചറിന്റെയും ഹോസ്റ്റൽ വാർഡന്മാരുടെയും ഒക്കെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് മോൻ എന്താ പറയാ? എല്ലാവരും പക്ക പെർഫെക്റ്റ് ആണ്. അത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇവർ ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കിയാൽ തന്നെ അവർ നമുക്ക് തന്നെ ഇപ്പം ഇമോഷണൽ സപ്പോർട്ടാണേലും എല്ലാം നമ്മളെ തരും. പിന്നെ പ്രൊഫസേഴ്സ് ഒക്കെ ആണെങ്കിലും ഫ്രീലി അപ്രോച്ചബിൾ ആണ്. ഇപ്പം എത്ര പൊട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തി ഇതിങ്ങനെയാണ്, ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരുത്തി തരാനുള്ളൊരു. അപ്പോൾ പ്രൊഫസേഴ്സ് നോക്കുവാണെങ്കിൽ 2-3 hours ഒക്കെ അവർ എടുത്തു കഴിഞ്ഞാണ് വന്ന് അവിടെ ഇരിക്കുക. എങ്കിലും ആ ഒരു ഇതൊന്നും ബുദ്ധിമുട്ടൊന്നും കാണിക്കാതെ അപ്രോച്ചബിൾ ആയിരുന്നാലും. പിന്നെ റെഫറൻസ് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. രാത്രി ഞങ്ങൾ പ്രൈഡ് ആയിരുന്നുകൊണ്ട് തന്നെ രാത്രി 12 മണി വരെ ഞങ്ങൾക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും രാത്രി വരെ റൂം എനിക്ക് അത്ര സെറ്റ് ആവില്ലായിരുന്നു, ഹോസ്റ്റൽ റൂം. അതുകൊണ്ട് ഞാൻ മാക്സിമം റെഫറൻസ് ഉപയോഗിക്കുമായിരുന്നു. റെഫറൻസിൽ വന്നിരിക്കുമ്പോഴാണ് മോന് കൂടുതൽ. യെസ്. ഓക്കെ. അപ്പോൾ ഇതാ ഇപ്പൊ എക്സാം കഴിഞ്ഞ മാർക്കൊക്കെ അറിഞ്ഞ് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ആയി തിരിച്ച് ബെർലിനിലേക്ക് എത്തി. അപ്പൊ ആ ഒരു തിരിച്ചു വന്ന് എല്ലാരെയും വന്ന് കണ്ടപ്പോ ഉള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, ആ ഒരു മൊമെന്റ് എന്തായിരുന്നു? ഈ വഴി വന്നപ്പം വല്ലാത്തൊരു പേടി. കാര്യം നമ്മള് വീട്ടിൽ നിന്നിട്ട് ഹോസ്റ്റലിലോട്ട് വരുമ്പോൾ നമുക്കൊരു നഷ്ടബോധമാണല്ലോ അവിടെ വന്നിട്ട്. ആ ഒരു ഇതായിരുന്നു. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ നമുക്ക് വെൽക്കം. പിന്നെ മിസ്സിനെ കണ്ടു, മിസ്സിന്റെ ക്ലാസ്സിൽ കയറി സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. എല്ലാവരായിട്ട് കണ്ടു, ഡയറക്ടറായിട്ട് കണ്ടു അല്ലേ? ജോർജ് സാറിനെ കണ്ടു. യെസ്. ഹാപ്പി ആയിട്ട് ഇവരെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നു. സോ അങ്ങനെ നമ്മുടെ P21 ബാച്ചിലെ 3 കുട്ടികൾ, ദീപ മിസ്സിന്റെ 3 ചുണക്കുട്ടികളാണ് ഇന്നിവിടെ എത്തി. തിരിച്ച് അവരുടെ ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു മൊമെന്റ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എത്തിയതാ. നമ്മുടെ അടുത്തും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തത്. സോ ഇത് കാണുന്ന ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഇത് മൂന്ന് പേരുടെയും, അർജുൻ്റെ ആണെങ്കിലും മിഥുൻ്റെ ആണെങ്കിലും നിഖിലിൻ്റെ ആണെങ്കിലും 3 ഡിഫറെൻറ്റ് എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലും പഠിച്ച് മുന്നേറി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറി നല്ല മാർക്ക് 2026 നീറ്റ് എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അല്ലേ, ഓരോ ആഗ്രഹങ്ങളുമായിട്ടാണ് ഇവിടെ വന്ന് ഇപ്പോൾ ആഗ്രഹിച്ച കാര്യത്തിൽ ഒന്ന് നേടിയിട്ടിരിക്കുന്നത് അല്ലേ. ഇനി മുന്നോട്ട് എല്ലാവിധ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി പ്രാർത്ഥിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. ഇനിയും വരിക, ഇനി ഓരോ എന്താ പറയുക നിങ്ങളുടെ ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ വരിക, ഞങ്ങളെ കാണുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.